നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. SIR-നെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ഒരു കൂട്ടം വോട്ടർമാരെ ബോധപൂർവം നീക്കം ചെയ്യാനുള്ള ശ്രമമാണിതെന്നും കേരളത്തിൽ ഫലപ്രദമായി ഫോറം വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും 80% പൂർത്തിയായെന്നാണ് കമ്മീഷൻ പറയുന്നതെന്നും എത്രത്തോളം നിയമയുദ്ധം നടത്താൻ കഴിയുമോ അത്രയും മുന്നോട്ട് പോകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ശബരിമല മണ്ഡല കാലവുമായി ബന്ധപ്പെട്ടുള്ള സർവീസുകൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി KSRTC. കേരളത്തിലെ വിവിധ യൂണിറ്റുകളിൽ നിന്ന് പമ്പയിലേക്കും എരുമേലിയിലേക്കും പ്രത്യേക സർവീസുകളുമുണ്ട്. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസുകളും ഓപ്പറേറ്റ് ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുന്നതിനായി 500ഓളം ബസ്സുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ 5 വർഷത്തിലേറെ സർവീസുള്ള അധ്യാപകരെല്ലാം യോഗ്യതാ പരീക്ഷയായ ടെസ്റ്റ് പാസ്സായിരിക്കണമെന്ന സുപ്രീം കോടതി വിധിയിൽ 5000-ലേറെ വരുന്ന അധ്യാപകർ കടുത്ത ആശങ്കയിൽ. നിവേദനം മന്ത്രിക്ക് നേരിട്ടും സമർപ്പിച്ചിട്ട് പോലും സെറ്റ് പാസ്സായി ഏറെക്കാലമായി ജോലി ചെയ്യുന്ന അധ്യാപകരുടെ കോടതി വിധിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ അകറ്റാൻ സർക്കാർ വ്യക്തത വരുത്തുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. കോഴിക്കോട് കോർപ്പറേഷൻ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 76 വാർഡിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. മുൻ ഡെപ്യൂട്ടി കളക്ടർ അനിതാകുമാരി മാത്തോട്ടം ഡിവിഷനിൽ നിന്ന് ജനവിധി തേടും. നിലവിലെ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദാണ് LDF മേയർ സ്ഥാനാർത്ഥി. കോഴിക്കോട് നരിക്കോട്ടേരിയിൽ CPM പ്രവർത്തകർ തമ്മിൽ വീണ്ടും സംഘർഷം. 3 പേർക്ക് മർദ്ദനമേറ്റു. CPM പാറയിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ സബിലാഷ്, സുധീഷ്, രജീഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. 3 പേരും നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തഴഞ്ഞുവെന്ന് പരാതിപ്പെട്ട് BJP പ്രവർത്തകൻ ജീവനൊടുക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തൃക്കണ്ണാപുരം വാർഡിലെ BJP പ്രവർത്തകൻ ആനന്ദാണ് ആത്മഹത്യ ചെയ്തത്. RSS BJP നേതൃത്വത്തിനെതിരെ സന്ദേശം അയച്ച ശേഷമായിരുന്നു ഇയാൾ ജീവൻ ഒടുക്കിയത്. തിരുവനന്തപുരം തൃക്കണ്ണാപുരം വാർഡിൽ സീറ്റ് നൽകാത്തതിൽ മനംതൊന്ന് ജീവനൊടുക്കിയ RSS നേതാവ് ആനന്ദ് K. തമ്പിയുടെ ആത്മഹത്യ സന്ദേശം പുറത്ത്. ജീവനൊടുക്കുന്നതിന് മുമ്പ് സുഹൃത്തുക്കൾക്ക് അയച്ച വാട്സാപ്പ് സന്ദേശമാണ് പുറത്തു വന്നത്. BJP RSS നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ആത്മഹത്യാ സന്ദേശം. തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിൽ മനംതൊന്ന് RSS പ്രവർത്തകർ ആത്മീയത സംഭവത്തിൽ അതിയായ സങ്കടമുണ്ടെന്ന് എന്താണ് കാരണമെന്ന് അന്വേഷിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. പാലത്തായി പോക്സോ കേസിൽ പ്രതിയും BJP നേതാവുമായ K. പത്മരാജന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചതിൽ പ്രതികരണവുമായി പബ്ലിക് പ്രോസിക്യൂട്ടർ ഫാസുരി. ഏറെ സന്തോഷകരമായ വിധിയാണെന്നും പ്രതിയായ K. പത്മരാജൻ ആദ്യ പോക്സോ കുറ്റത്തിലെ തടവ് അനുഭവിക്കണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. മരണം വരെ ജീവപര്യന്തം തടവ് ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയുമാണ് കോടതി ശിക്ഷിച്ചത്. പാലത്തായിൽ അധ്യാപകൻ 4ാം ക്ലാസ്സുകാരി പീഡിപ്പിച്ച കേസിൽ BJP നേതാവ് K. പത്മരാജൻ ജീവപര്യന്തം തടവും പിഴയും വിധിച്ചുള്ള കോടതി വിധിയുടെ ശിക്ഷാവിധി CPM-നെതിരെ വിശ്ലിപ്ത പ്രചരണം നടത്തിയവരുടെ മുഖത്തേറ്റ അടിയാണെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പ്രസ്താവനയിൽ പറഞ്ഞു. സംഭവം ഉണ്ടായപ്പോൾ തന്നെ അതിനെ കോൺഗ്രസും BJP-യും SDPI അടക്കമുള്ള തീവ്രവാദി കക്ഷികളും CPM-നെതിരെ തിരിക്കാനാണ് ശ്രമിച്ചതെന്ന് KK രാഗേഷ് ആരോപിച്ചു. പാലത്തായി പീഡന കേസിൽ ശിക്ഷിക്കപ്പെട്ട BJP നേതാവും അധ്യാപകനുമായ K. പത്മരാജനെ ജോലിയിൽ നിന്ന് പുറത്താക്കി വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ മാനേജ്മെന്റ് ഇത് സംബന്ധിച്ച വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി. പത്മരാജന് മരണം വരെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. ട്രെയിനിൽ വെച്ച് 50 ലക്ഷം രൂപയോളം വില വരുന്ന സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. ഹരിയാന സ്വദേശികളായ 4 പേരാണ് പിടിയിൽ ആയത്. തിരുവനന്തപുരം വർക്കലെ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട കേസിലെ പ്രതി സുരേഷിനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സംഭവം ഉണ്ടായ ദിവസം സുരേഷ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേരള എക്സ്പ്രസിൽ കയറിയത്. തെളിവെടുപ്പിടെ നടന്ന സംഭവങ്ങൾ യാതൊരു ഭാവവ്യത്യാസമില്ല പ്രതി പോലീസിനോട് വിവരിച്ചു. പ്രതി അന്ന് പോയ അതിരമ്പുഴയിലും ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് മദ്യപിക്കാനെത്തിയ ബാറിലും ഇന്നലെ തെളിവെടുപ്പ് നടത്തി. തൃശൂർ മതിലകം ചെന്തങ്ക് ബസാറിൽ വീടിനകത്ത് അമ്മയും മകനും മരിച്ച നിലയിൽ. വില്ലനശ്ശേരി വീട്ടിൽ മോഹന്റെ ഭാര്യ വനജ, മകൻ വിജേഷ് എന്നിവരാണ് മരിച്ചത്. വിജേഷിനെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. വനജ അടുക്കളയിൽ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ കള്ളനോട്ട് വേട്ടയിൽ 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 പേർ പിടിയിൽ. 500 രൂപയുടെ 57 കള്ളനോട്ടുകളാണ് പിടികൂടിയത്. കള്ളനോട്ട് അടിച്ചു വെച്ച 30 പേപ്പർ ഷീറ്റുകളും പിടിച്ചെടുത്തു. ചേർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിലെ SHOയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. SHO ആയ ബിനു തോമസിനെയാണ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് സ്വദേശിയായ ബിനു തോമസ് 6 മാസം മുമ്പാണ് പാലക്കാട് ചേർപ്പളശ്ശേരിയിൽ എത്തിയത്. അയക്കുറയും ചിക്കനും കിട്ടാത്തതിൽ പ്രകോപിതരായി പാർട്ടിക്ക് എത്തിയവർ ഹോട്ടൽ അടിച്ചു തകർത്തു. നന്മണ്ട 14-ലെ 14സ് ഹോട്ടലിലാണ് സംഭവം. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി അല്ലെങ്കിൽ മീൻ കറി അടക്കമുള്ള ഊണ് എന്നിവയായിരുന്നു പാർട്ടിക്കുള്ള വിഭവങ്ങൾ. അയക്കുറയും ചിക്കനും തരാൻ പാർട്ടി സംഘടിപ്പിച്ച നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞതിൽ പ്രകോപിതരായ സംഘം ഹോട്ടലിലെ മേശകളും കസേരകളും അടിച്ചു തകർക്കുകയായിരുന്നു. ജീവനക്കാരെയും മർദ്ദിച്ചു. പരിക്കേറ്റ 10 ജീവനക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 4 പേരെ ബാലുശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നാഗർകോവിൽ വാഹനാപകടത്തിൽ ബന്ധുക്കളായ 2 യുവാക്കൾ മരിച്ചു. ആപ്റ്റ മാർക്കറ്റിന് സമീപമുണ്ട അപകടത്തിൽ മരിച്ചു. തേരേക്കാൽ പുതൂർ സ്വദേശികളായ ദിനേശ്,
ഇസക്കിയപ്പൻ എന്നിവരാണ് മരിച്ചത്. ഒരു ബൈക്കിനെ മറികടക്കാൻ ശ്രമിക്കുന്ന ഇവർ യാത്ര ചെയ്ത ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞോടെ ഇരുവരും റോഡിൽ വീണ് പിന്നാലെ വന്ന ട്രക്ക് ഇരുവരുടെയും ദേഹത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. വീട്ടിൽ പ്രിന്ററും മറ്റുപകരണങ്ങളും ഉപയോഗിച്ച് കള്ളനോട്ടിൽ അച്ചടിച്ച 21 വയസ്സുകാരനെ ഭോപ്പാൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ പക്കൽ നിന്ന് 2 ലക്ഷം രൂപയിലധികം വരുന്ന വ്യാജ നോട്ടുകളും അച്ചടി സാമഗ്രികളും ഒരു പ്രിന്റും മറ്റു ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ബീഹാർ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടർമാരെ വോട്ട് ചെയ്തെന്ന ആരോപണം തള്ളി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIRന് ശേഷം പുറത്തിറക്കിയ അന്തിമ പട്ടികയിൽ ഉണ്ടായിരുന്നത് 7.42 കോടി വോട്ടർമാരായിരുന്നു. അതിനുശേഷം 3 ലക്ഷം പേർ കൂടി പേര് ചേർത്തുവെന്നും അതിലാണ് 7.45 കോടി വോട്ടർമാർ എന്ന് കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ രേഖപ്പെടുത്തിയെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. ബീഹാറിൽ RJDയുടെ കനത്ത പരാജയത്തിന് പിന്നാലെ RJD നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിൽ പൊട്ടിത്തെറിയെന്ന് സൂചന. തോൽവിക്ക് പിന്നാലെ ലാലുവിന്റെ രണ്ടാമത്തെ മകളായ രോഹിണി ആചാര്യ രാഷ്ട്രീയവും കുടുംബവും വിടുകയാണെന്ന് സാമൂഹ്യമാധ്യമ പോസ്റ്റിലൂടെ പ്രഖ്യാപിച്ചു. അതേസമയം ബീഹാറിലെ തോൽവിയിൽ വോട്ടുകളുടെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കാൻ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കോൺഗ്രസ് തീരുമാനിച്ചു. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അൽഫല സർവകലാശാലയ്ക്കെതിരെ കൂടുതൽ കേസുകൾ. ദില്ലി പോലീസ് ഇതുവരെ 2 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വഞ്ചനയ്ക്കും വ്യാജരേഖ ചമയ്ക്കലുമാണ് FIR. ദില്ലി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇന്നലെ അൽഫല സർവകലാശാല ദില്ലി ആസ്ഥാനത്ത് പരിശോധന നടത്തി. ദില്ലി പോലീസ് രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് സർവകലാശാലയ്ക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇന്നലെ പിടിയിലായ ഡോക്ടർക്ക് സ്ഫോടനത്തിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. രാജ്യത്ത് നടുക്കിയ സ്ഫോടനത്തിന് ശേഷം ചെങ്കോട്ട മുല്ല റോഡ് ഇന്നലെ പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നു. സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ എല്ലാം നീക്കം ചെയ്ത ശേഷമാണ് നേതാജി സുഭാഷ് മാർഗ് വീണ്ടും ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. സ്ഫോടനത്തെ തുടർന്ന് അടച്ച ചെങ്കോട്ട സന്ദർശിച്ച ഇന്ന് തുറന്നുകൊടുക്കും. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളായിരിക്കും പ്രവേശനമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചു. അതേസമയം റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷൻ ഭാഗ്യമായി തുറന്നിട്ടുണ്ട്. $5 ബില്യൺ വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് BBCക്കെതിരെ കോടതിയെ സമീപിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് UK ബ്രോഡ്കാസ്റ്റായ BBC മാപ്പ് പറഞ്ഞെങ്കിലും സാമ്പത്തിക നഷ്ടപരിഹാരം നൽകാൻ വിസമ്മതിച്ച സാഹചര്യത്തിലാണ് ട്രംപിന്റെ നിർണായക നീക്കം. യാത്രാരേഖകളിലെ ചാർട്ടേഡ് വിമാനത്തിൽ ദക്ഷിണാഫ്രിക്കയിലെത്തിയ 150 ഗാസയിൽ നിന്നുള്ള പാലസ്തീൻ സ്വദേശികൾ നിഗൂഢ വിമാനത്തിന്റെ വിവരങ്ങൾ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു ദക്ഷിണാഫ്രിക്ക. വ്യാഴാഴ്ച രാവിലെയാണ് ജോഹന്നസ്ബർഗിലെ OR താംബോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫയർ ഫ്രാൻസിന്റെ വിമാനം ലാൻഡ് ചെയ്തത്. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ എബോളയ്ക്ക് സമാനമായ മാർബർഗ് വൈറസ് സ്ഥിരീകരിച്ചു. എത്യോപ്യയിലെ സൗത്ത് സുഡാനുമായി അതിർത്തി പങ്കിടുന്ന ഒമോ മേഖലയിൽ 9 പേരിലാണ് വൈറസ് കണ്ടെത്തിയത്. സ്വകാര്യ വീഡിയോ പുറത്തുവിടുന്ന ഭീഷണിപ്പെടുത്തി യുവതി മാനസിക പീഡിക്കുന്ന പരാതിയുമായി IPL താരം ഉത്തർപ്രദേശിന്റെ ഡൽഹി ക്യാപിറ്റൽസ് താരം വിപ്രജ് നിഗമാണ് യുവതിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്ന സംഭവത്തിൽ UPയിലെ ബാരാബംഗിൽ ജില്ലയിലെ കൊഡാലി നഗർ പോലീസ് യുവതിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. യുവതാരം ഋതുരാജ് ഗീത്കോത്ത് അടുത്ത സീസണിൽ ടീമിനെ നയിക്കുമെന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്. മലയാളി താരം സഞ്ജു താംസനെ ചെന്നൈ ക്യാപ്റ്റനായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് വിഷയത്തിൽ ചെന്നൈ വ്യക്തത വരുത്തിയത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.